നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എങ്ങനെ മോണ്ടിനീഗ്രോയിൽ എത്തി എന്നുള്ളതിൻ്റെ സ്റ്റോറിയാണ്. അപ്പം നമ്മൾ ലണ്ടനിൽ നിന്ന് ഒരു ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്തിട്ട് ഒരു 10:30 ഒക്കെ ആയപ്പം എയർപോർട്ടിലെത്തി. അതിനുശേഷം അവിടുന്ന് കാർ എടുത്തിട്ട് നമ്മളുടെ ഹോം സ്റ്റേയിലേക്കാണ് നമ്മൾ നേരെ വന്നത്. ഇനി കാണാൻ പോകുന്നതിൻ്റെ വീടിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇത് ഞാൻ പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക്കായിട്ടുള്ള വ്യൂ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പുള്ളിയുടെ അടുത്ത ഇൻ്റർവ്യൂവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ചതിൽ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഏതാണെന്ന്. പുള്ളി പെട്ടെന്ന് ഈ കൺട്രിയുടെ പേരാണ് പറഞ്ഞത്, മോണ്ടിനീഗ്രോ. അതേപോലെ തന്നെ മോണ്ടിനീഗ്രോ എന്ന രാജ്യത്തെക്കുറിച്ച് പുള്ളി വേറൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തു. മൂന്നാർ എടുത്ത് കടലിൻ്റെ തീരത്ത് കൊണ്ടുവച്ച് എങ്ങനെയാണോ അതേപോലെയാണ് മോണ്ടിനീഗ്രോ എന്ന്. ഇത്രയൊക്കെ കേൾക്കുമ്പം ആർക്കാണെങ്കിലും ഒരു കൗതുകം തോന്നത്തില്ലേ ഈ കൺട്രി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? പുള്ളി പറഞ്ഞ ഓരോ എക്സ്പ്ലനേഷനും അതേപോലെ മീനിങ് ആക്കുന്ന ഒരു കൺട്രിയാണ് കേട്ടോ ഈ മോണ്ടിനീഗ്രോ. രണ്ട് സൈഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസ്, അതിൻ്റെ നടുക്കായിട്ട് നല്ല അക്വാ ഗ്രീൻ കളറിലുള്ള കടൽ, അതിൻ്റെ നടുവിലായിട്ട് കുറേ ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി വീടുകൾ. ഇത് ഞങ്ങളുടെ ഒരു മെൻ്റൽ പീസിനും സ്ട്രെസ് റിലീഫിനും വേണ്ടിയിട്ടൊക്കെയുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ടൈം ടേബിളോ ഐറ്റിനറിയോ ഒന്നും ഞങ്ങളിതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഈവനിങ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസൊക്കെ കണ്ട് ഒരു ബിയറൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് ഞങ്ങൾ ആ ഈവനിങ് ഫുള്ള് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ബിസി ആയിട്ടുള്ള ആ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നൊക്കെ ഒരു 5 days ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് കിട്ടിയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ യാത്ര അത്രയ്ക്കും പ്രിയപ്പെട്ടതായത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്നറിയോ? ഭയങ്കര സ്ലോ ഫേസിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് പോകുന്നത്. അവർക്ക് ഈ ബ്യൂട്ടിഫുൾ മൊമെൻ്റൊക്കെ എൻജോയ് ചെയ്യാനും അവരുടെ ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാനുമൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്.